വിസിറ്റേഴ്സ് ഒന്ന് പൊയ്ക്കോട്ടെ. ശരി സാർ. 11 മണിക്ക് മിനിസ്റ്റർ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നതാ. മിസ്റ്റർ ഉണ്ണിത്താൻ വന്നിരിക്കുന്നു പറയണത് നിങ്ങൾ. സാർ ഇരിക്കണം. അകത്താരാ VIP? നിങ്ങളുടെ ഫാക്ടറി ഇവിടെ നിലനിൽക്കേണ്ടത് ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ഒരു അഭിമാന പ്രശ്നമാണ്. ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് സാർ. മറിച്ച് ചിന്തിക്കുന്നവരുമുണ്ട്. സ്റ്റേറ്റിൽ വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ ഈ ഗവൺമെന്റ് കുത്തക മുതലാളിമാരെ പോലും ക്ഷണിക്കാൻ തയ്യാറായത് തൊഴിലില്ലായ്മ പരിഹരിക്കാനാ. എന്നാൽ മുതൽ മുടക്കുന്നവൻ ഇവിടെ ഒരു സ്ഥാപനവും നടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് വരുത്തി തീർക്കാനാ ചിലരുടെ ശ്രമം. രാഷ്ട്രീയ വൈരാഗ്യം അല്ലെങ്കിൽ അധികാരക്കൊതി. അവരാണ് ഇവിടെ വേണ്ടാത്ത തൊഴിൽ തർക്കങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. ആ കൂട്ടത്തിൽ നിങ്ങൾ കക്ഷി ചേരരുത്. ഇല്ല സാർ, ഞങ്ങൾ കാരണം ഫാക്ടറിയിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഉണ്ടാക്കുന്നവരെ തടയാനും ഞങ്ങൾ ശ്രമിക്കും. ഗുഡ്, ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മിസ് അശ്വതിയുടെ മെമ്മറാണ്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത്ര വേഗം പരിഹരിക്കാവുന്നവയല്ല. കുടിക്കാനുള്ള വെള്ളമെങ്കിലും പ്രോപ്പർ സപ്ലൈ ഉണ്ടായിരുന്നെങ്കിൽ. അത് നിങ്ങളുടെ ഫാക്ടറി തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല, ഈ സിറ്റിയുടെ മുഴുവൻ പ്രോബ്ലമാണ്. പരിഗണിക്കാം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും. ഇയാളെക്കുറിച്ച് കേട്ടപ്പോ ഞാൻ ധരിച്ച പോലെയല്ല. താൻ വളരെ ചെറുപ്പമാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യം പരിഗണിച്ചാ പോരാ. നോ നോ നോ, അത് തീർച്ചയായും ചെയ്യും. വിനോദ, ഫയൽ എടുത്തോളൂ. സാർ, എനിക്കൊരു കാര്യം. ഓ സോറി മിസ്റ്റർ ഉണ്ണിത്താൻ, ഞാൻ വയനാട്ടിലേക്ക് പുറപ്പെട്ടതാണ്. അച്ഛാ, നമ്മൾ ഈ ഗാന്ധി തൊപ്പി മാറ്റി രോമത്തൊപ്പി ധരിക്കണോ? ഫർ ക്യാപ്. വായടക്കടാ ഭക്ഷണ. ഇന്ന് 2 തവണ പോലീസുകാരന്റെ പുരയിൽ ഒന്ന് പറഞ്ഞിട്ട് പോയി സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന്. എന്നാൽ ചെല്ലണം. ലത്തീഫിന്റെ കേസടക്കം അവർ അന്വേഷിക്കുന്നത്. ഓർക്കെന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എവിടുന്ന് എടുത്തിട്ട്? നിങ്ങൾ യോഗ്യന്മാരാ ഫാക്ടറിയിൽ ഉണ്ടായിട്ടും 10 കാശ് അവിടുന്ന് വരുമാനമുണ്ടോ? ഇനിയൊന്നും എന്നോട് പറയണ്ട. പിന്നെ ആരോട് പറയാനാ? തല്ലട കൊല്ലടാന്ന് കൽപ്പിച്ചിട്ട് കൈ ഒഴിയാ. ശ്രദ്ധിക്ക്, വെക്കോ. അങ്ങനെ പോവാൻ ഒക്കില്ല. പിച്ചക്കാശല്ല നമ്മൾ ചോദിക്കണത്. നാട്ടുകാരുടെയും പണിക്കാരുടെയും അടുത്ത് നമ്മളടക്കം പിരിച്ച കാശ് എന്റെ ഇല്ലേ? അല്ലാതെ എന്റെ പുരയെന്നെടുത്ത് തരണ്ട. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നീ എന്ത് ചെയ്യുന്ന? ഒരു ചോദിച്ചാൽ എല്ലാം വിളിച്ചു പറയും. നീ ഇതുവരെ എന്നെ കൊണ്ട് ചെയ്യിച്ച കാര്യം മുഴുവൻ. ഇറങ്ങി പോരാ പട്ടി. എടാ, നിന്റെ സുജായത്ര എന്റെ അടുത്ത് എടുത്താവുണ്ടല്ലോ. മതി, ഇനി ഒരു തർക്കം വേണ്ട. ഇതിന് പകരം ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ജോയിൻ ചെയ്ത ഉടനെ ഞാൻ ഇങ്ങോട്ടാണ് വരുന്നത്. നന്ദി പറയാൻ. എന്തിന്? ദേവൻ എനിക്ക് വേണ്ടി മിനിസ്റ്ററോട് സംസാരിച്ച കാര്യം ഞാൻ അറിഞ്ഞു. മേലെയുള്ളവരെ അനുസരിച്ച് ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഇനിയില്ല, അടിയും തൊഴിയും എല്ലാം നിർത്തി. ഏയ്, അത് പറ്റില്ല. നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിച്ചില്ലേ? ഇനി എനിക്ക് വേണ്ടി ഇടിക്കണം. എന്താ? എക്കിരി